بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉയർച്ചയും പദവിയുമേകിയ ഒരു വിഭാഗം ആളുകളുടെ പ്രത്യേകതയാണ് ഒരു ഖുതുബയായി നമ്മൾ ഈ മിമ്പറിൽ കേൾക്കുകയുണ്ടായത്. ദുനിയാവിൽ നമ്മൾ കണ്ണു നട്ടാൽ ഇവിടെ പദവികളുള്ളവരും സ്ഥാനമാനങ്ങളുള്ളവരും പലരായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദുനിയവിയായ അളവുകോലിൽ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവർ യഥാർത്ഥത്തിൽ അവരുടെ സ്ഥാനമാനങ്ങളും ഔന്നിത്യവുമൊക്കെ ദുനിയാവിൽ താൽക്കാലികവും അത് ദുനിയാവിന് പ്രത്യേകവുമാണ്. യഥാർത്ഥ ഔന്നത്യവും പദവിയും സ്ഥാനമാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് അവൻ അനുഗ്രഹമരുളിയ അവൻ്റെ തൗഫീഖ് നേടിയ ഒരു വിഭാഗത്തിനാണ്. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്തിൻ ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ വറഹ്മത്തു റബ്ബിക്
ഖൈറും മിമ്മാ യജ്മഊൻ വറഫഅനാ ബഅദഹും ഫൗഖ ബഅദ് ദറജാത്ത്. മനുഷ്യരിൽ ചിലരുടെ മേൽ അള്ളാഹു ഉയർത്തി നിശ്ചയിച്ചു. ചിലർക്ക് അള്ളാഹു ഉയർച്ച ചിലരേക്കാൾ നൽകി. ദറജാത്ത് ചില പദവികളിലായി. അതെന്തിനാണ്? ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ. ചിലർ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. വറഹ്മത്തു റബ്ബിക ഖൈറു മിമ്മാ യജ്മഊൻ. ആളുകൾ ശേഖരിച്ചൊരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉത്തമമായത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, കാരുണ്യമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ദുനിയാവിൻ്റെ പ്രത്യേകതയാണ് ചിലർക്ക് മീതെ പല ദറജകളിലും പദവികളിലുമായിട്ടാണ് ഉള്ളത് എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്. എല്ലാവരും ഒരേ ദറജയിലായാൽ ഈ ഭൗതിക ജീവിതം അത് സുതാര്യവും അത് സന്തുലിതമാവുകയുമില്ല. പ്രത്യേകത ചിലർക്ക് അടിപ്പെട്ടും കൽപ്പനക്ക് കീഴ്പ്പെട്ടും ചിലർക്ക് സേവകരായും മറ്റുമൊക്കെ ജീവിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആളുകളാണോ വിഭജിക്കുന്നത്? അള്ളാഹു പറയുകയാണ്, ഈ ഭൗതിക ലോകത്ത് നമ്മുടെ മഈശത്ത് ഉപജീവനം അത് നാം ആളുകൾക്കിടയിൽ വിഭജിച്ചിരിക്കുന്നു. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത്. ചിലരുടെ മേൽ ചില പദവികളിലായി ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ദുനിയാവിൽ നമ്മൾ കണ്ണ് നട്ടാൽ എല്ലാവരും പണിക്കാരല്ല, എല്ലാവരും പണക്കാരല്ല, എല്ലാവരും സ്വതന്ത്രരല്ല, എല്ലാവരും അടിമകളല്ല. പ്രത്യുത പണക്കാരുണ്ട്, പണിക്കാരുണ്ട്, സ്വതന്ത്രരുണ്ട്, അടിമകളുണ്ട്, നായകന്മാരുണ്ട്, പ്രജകളുണ്ട്, കുചേലന്മാരും അതേപോലെ കുബേരന്മാർ. ഇങ്ങനെ പല തരത്തിൽ, പല ഗണത്തിൽ, പല ശ്രേണികളിലായിട്ടാണ് പടപ്പുകളുള്ളത്. ഇത് ദുനിയാവിൻ്റെ പ്രത്യേകതയാണ്, ദുനിയാവിന് മാത്രവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു യാഥാർത്ഥ്യം ഉണർത്തവേ തന്നെ അല്ലാഹു ഉയർച്ചയും ഔന്നത്യവുമേകിയ മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് ഉണർത്തി. അവരാണ് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉയർച്ചയുടെയും ഔന്നത്യത്തിൻ്റെയും വാക്താക്കൾ. അതാരാണ്? യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽം ദറജാത്ത്. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും ഇൽമ് അറിവ് നൽകപ്പെടുകയും ചെയ്തവർ അവരെ ഉയർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വസിച്ചവർ, വിജ്ഞാനം അറിവ് കനിയപ്പെട്ടവർ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഉയർത്തലും ആദ്യം പറഞ്ഞതായ ആയത്തിലെ വിഷയത്തിൽ വന്ന ഉയർത്തലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പണ്ഡിതന്മാർക്കുള്ള മഹത്വവും അവർക്കുള്ള പദവിയുമാണ് അറിയിക്കുന്നത്. ആ പദവിയും മഹത്വവും അത് ഈ ദുനിയാവിൽ മാത്രമുള്ള മഹത്വമല്ല, പദവിയല്ല, അത് അവരുടേത് ആഖിറത്തിൽ കൂടി നീണ്ടു നിൽക്കുന്ന, ആഖിറത്തിലേക്ക് കൂടിയുള്ള പദവിയാണ് എന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഈ ആയത്തിൽ അള്ളാഹു പണ്ഡിതന്മാരുടെ മഹത്വമാണ് വിളംബരം ചെയ്യുന്നത്. ഇമാം അൽ ആജുരി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇമാം അൽ ഖസ്വീനി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പണ്ഡിതന്മാരുടെ വിഷയത്തിലുള്ള അവരുടെ പ്രത്യേകതകളും അവരുടെ സവിശേഷതകളും എണ്ണുന്നതായ വചനങ്ങൾ നമ്മൾ വിശദമായി കേൾക്കുകയുണ്ടായി. പണ്ഡിതന്മാർ ആരാണ്? പണ്ഡിതന്മാർ അവരിലൂടെയാണ് ലോകത്ത് ഹലാലും ഹറാമും ഏത് എന്നുള്ളത് വിവരിക്കപ്പെടുന്നത്, ഖൈറും ഷർറും വേർതിരിക്കപ്പെടുന്നത്, ഇഹപര സൗഭാഗ്യത്തിന് അനിവാര്യമായതെന്ത്, ഇഹപര നഷ്ടത്തിനും ദൗർഭാഗ്യത്തിനും കാരണമാക്കുന്നത് എന്ത്, ഇതൊക്കെ ലോകം പഠിക്കുന്നത് ഉലമാക്കളിലൂടെയാണ്. ഉലമാക്കൾ നബിമാരുടെ അനന്തരാവകാശികളാണ്.
നബിമാർ അനന്തരമാക്കിയത് വിജ്ഞാനമാണ് എങ്കിൽ ആ വിജ്ഞാനം നബിമാരിൽ നിന്ന് അനന്തരമെടുത്ത് കഴിയുന്നവരാകുന്നു പണ്ഡിതന്മാർ. പണ്ഡിതന്മാർക്കാണ് വാനലോകത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള സലാത്തായി. മലക്കുകൾ കാരുണ്യത്തിന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന പണ്ഡിതന്മാർക്കാണ്. സമുദ്രാഴിയിൽ മത്സ്യങ്ങൾ വരെ ആളുകൾക്ക് ഖൈർ പഠിപ്പിക്കുന്ന ആലിമിന് വേണ്ടി ദുആ ഇരക്കുന്നു. ആബിദിനെയും ആലിമിനെയും വെച്ച് നോക്കിയാൽ ആബിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇബാദത്തിൽ കഴിയുന്നവൻ, ആലിം എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ. ഇവർ രണ്ടുപേരെയും വെച്ചാൽ ആലിമിൻ്റെ സ്ഥാനമാണ് ഉയർന്നതും മികച്ചതും. ഇങ്ങനെ പണ്ഡിതന്മാരുടെ മഹത്വങ്ങൾ, സവിശേഷതകൾ ഇമാം അൽ ആജുരി, അതുപോലെ ഇമാം അൽ ഖസ്വീനി തുടങ്ങിയ പണ്ഡിതന്മാർ പറഞ്ഞതാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. പണ്ഡിതന്മാരുടെ മാംസം അത് വിഷമുള്ളതാണ് എന്ന് പറഞ്ഞാൽ വല്ലവരും പണ്ഡിതന്മാരെ കുറിച്ച് അപരാധം പറയുന്നുവെങ്കിൽ, അപവാദം പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അവർ വിഷമാണ് തിന്നുന്നത്, അതവർക്ക് നാശമാണ്, അതവർക്ക് പരാജയമാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഇമാം അശ്ശാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി പണ്ഡിതന്മാരുടെ വിഷയത്തിൽ ദീനിലുള്ള ഒരു ഖായിദ പഠിപ്പിച്ചു. അൽ ആലിം ഖായിമുൻ മഖാമൻ നബി. ഇതാണ് തത്വം. അൽ ആലിം പണ്ഡിതൻ ഖായിമുൻ മഖാമൻ നബി, നബിയുടെ സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. നബിയുടെ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാകുന്നു ഒരു ആലിം, പണ്ഡിതൻ. ഇതൊരു തത്വമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ദീനി ദഅവത്ത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചതായ തബ്ലീഗ്, അതേപോലെ ദീൻ പഠിപ്പിക്കൽ, അത് ഏറ്റെടുത്ത് നിർവഹിക്കുന്നവനാകുന്നു പണ്ഡിതൻ. അതുകൊണ്ട് തന്നെ ആലിമിന് ഇസ്ലാമിൽ ഏറെ സ്ഥാനമുണ്ട്, ഏറെ മഹത്വമുണ്ട്, പദവിയുമുണ്ട്. എന്താണ് ആ വിഷയത്തിൽ തെളിവുകൾ അറിയിച്ചിട്ടുള്ളത്? അതാണ് നമ്മൾ ഖുത്ബയിൽ ഏറെ സമയം കേൾക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഷഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു ഷഹിദ അല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയായി, മലക്കുകൾ സാക്ഷിയായി, അതേപോലെ ഇൽമ് നൽകപ്പെട്ടവരും സാക്ഷിയായി. ഖായിമൻ ബിൽ ഖിസ്ത്, നീതിയിൽ നിലകൊണ്ടുകൊണ്ട്. എന്തിന് സാക്ഷിയായി? ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നതിന്. അല്ലാഹു അൽ അസീസുൽ ഹകീം, എല്ലാവരെയും അതിജയിച്ചു നിൽക്കുന്നവനും അല്ലാഹു ഹിക്മത്തുള്ളവനുമാകുന്നു. അപ്പൊ ഹിക്മത്തുള്ളവനും അസീസുമായ അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നതിന് അല്ലാഹു സാക്ഷിയാകുന്നു. മലക്കുകൾ സാക്ഷികളാകുന്നു, ഉലുൽ ഇൽമും സാക്ഷികളാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർക്കുള്ള പല മഹത്വങ്ങൾ അല്ലാഹു അറിയിച്ചതാണ് ഉണർത്തുന്നത്. എന്താണത്? ഒന്ന്, അല്ലാഹു പണ്ഡിതന്മാരുടെ സാക്ഷ്യം സ്വീകരിച്ചു എന്നുള്ളതാണ്. അല്ലാഹു ഏകനാണ് എന്നുള്ളതിന് അല്ലാഹു പണ്ഡിതന്മാരുടെ സാക്ഷ്യം സ്വീകരിച്ചു. അല്ലാഹു ഏകൻ എന്നത് ഏറ്റവും മഹത്തരമായ വിഷയമാണ്. ഈ ദുനിയാവിൻ്റെ പരപ്പിൽ ഏറ്റവും വലിയ സത്യവും ഏറ്റവും മഹത്തരമായ സത്യവും അള്ളാഹുവിൻ്റെ തൗഹീദാണ്. അള്ളാഹു മാത്രമാകുന്നു ആരാധനക്കർഹൻ എന്ന വിഷയമാണ് ഏറ്റവും മഹത്തരമായ വിഷയം. ഒരു കാര്യത്തിന് സാക്ഷ്യം നിർത്തപ്പെടുന്നുവെങ്കിൽ, സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ ഏറ്റവും മഹത്തരമായ വിഷയം അള്ളാഹുവിൻ്റെ ഏകത്വമാണ്. അവനാകുന്നു ആരാധനക്കർഹൻ, അവൻ മാത്രമാകുന്നു വിളിച്ചു പ്രാർത്ഥിക്കപ്പെടേണ്ടവൻ, അവനെ കൊണ്ട് മാത്രമാകുന്നു സത്യം ചെയ്യേണ്ടത്, അവന് മാത്രമാകുന്നു നേർച്ചയാക്കപ്പെടേണ്ടത് തുടങ്ങിയുള്ള അള്ളാഹുവിൻ്റെ ഏകത്വമാണ് ഏറ്റവും വലിയ മഹത്തരമായ വിഷയവും വിജ്ഞാനവും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷികളെ കൊണ്ടുവന്നപ്പോൾ
അള്ളാഹു പണ്ഡിതന്മാരെയാണ് മനുഷ്യരിൽ നിന്ന് കൊണ്ടുവന്നത് എന്നുള്ളത് പണ്ഡിതന്മാരുടെ മഹത്വം അറിയിക്കുന്നു. ഒന്ന്. രണ്ട്, അള്ളാഹു അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷിയാണ്. ആ അള്ളാഹുവിനോട് അള്ളാഹു ചേർത്ത് സാക്ഷ്യം പറഞ്ഞത് മലക്കുകളോടൊപ്പം പണ്ഡിതന്മാരെയാണ്, ഊത്തുൽ ഇൽമിനെയാണ്. മൂന്നാമത്തേത്, അള്ളാഹു അവൻ ഏകനാണ്, ആരാധനക്കർഹൻ അവന് മാത്രമാണ് എന്നതിന് സാക്ഷ്യം അള്ളാഹു മലക്കുകളെ പറഞ്ഞപ്പോൾ മലക്കുകളോട് ചേർത്ത് പടപ്പുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഊത്തുൽ ഇൽമിനെയാണ്. നാലാമത്തേത്, ഒരു കാര്യത്തിന് ഒരു കൂട്ടർ സാക്ഷികളാകണമെങ്കിൽ ഇസ്ലാമിൽ തത്വം സാക്ഷി അദൂലായിരിക്കണം, ഉദൂലായിരിക്കണം, നീതിമാന്മാരായിരിക്കണം. നീതിമാന്മാരുടെ സാക്ഷ്യമാണ് സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലുൽ ഇൽമിനെ സാക്ഷികളായി സ്വീകരിച്ചപ്പോൾ അതറിയിക്കുന്നത് ഉലുൽ ഇൽം പണ്ഡിതന്മാർ അവർ നീതിമാന്മാരാണ് എന്നുള്ള വിഷയമാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് അൽ ഉലമ എന്നല്ല, പിന്നെ ഊത്തുൽ ഇൽം എന്നാണ്, ഇൽമ് നൽകപ്പെട്ടവർ എന്നാണ്. അപ്പോൾ ഇൽമിന്റെ അവകാശികളും ഇൽമിന്റെ അർഹരും അവർ പണ്ഡിതന്മാരാണ് എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രയോഗത്തിൽ നിന്ന് വരികയാണ്. ഇങ്ങനെ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഈ ഒരു ആയത്തിൽ തന്നെ ധാരാളം പണ്ഡിതന്മാർക്കുള്ള മഹത്വങ്ങളെ മനസ്സിലാക്കി അത് ഉണർത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാർക്കുള്ള മഹത്വം അറിയിക്കുന്ന, പ്രത്യേകത അറിയിക്കുന്ന മറ്റൊരു വചനം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവും അല്ലാഹുവിൻ്റെ മലക്കുകളും ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവർക്ക് സ്വലാത്ത് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹുവിൽ നിന്നുള്ള സ്വലാത്ത്, അത് അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം അവരുടെ മേൽ പെയ്തിറങ്ങുക എന്നുള്ളതാണ്. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ പുകഴ്ത്തലും അതേപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരിൽ ചൊരിയുവാൻ വേണ്ടിയിട്ടുള്ള ദുആയുമാണ്. അപ്പൊ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമുണ്ട്, അവർക്ക് പ്രശംസയുണ്ട്, അവരുടെ മേൽ കാരുണ്യത്തിന് വേണ്ടി മലക്കുകളുടെ ദുആയുമുണ്ട് എന്നുള്ളതാണ് ഈ തിരുമൊഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അറിയിക്കുന്നത്. ചില റിപ്പോർട്ടുകളിൽ ഹത്ത നംലതു ഫീ ജുഹ്രിഹാ വൽ ഹീതാനു ഫിൽ ബഹർ, ഉറുമ്പുകൾ അവരുടെ മാളത്തിൽ, മത്സ്യങ്ങൾ സമുദ്രത്തിൽ വെച്ച് ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന ഊതുൽ ഇൽമിന്, ഉലുൽ ഇൽമിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലതിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നു എന്നാണ്, പാപമോചനത്തിന് തേടുന്നു. അപ്പോൾ അത് പണ്ഡിതന്മാരുടെ മഹത്വവും അവർക്കുള്ള സ്ഥാനവുമാണ് അറിയിക്കുന്നത്. മലക്കുകൾ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഉറുമ്പുകൾ, സമുദ്രാഴിയിൽ മത്സ്യങ്ങൾ വരെ പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട് പാപമോചനത്തിന് വേണ്ടി തേടുന്നു എന്ന് പറയുമ്പോൾ ഉന്നത സ്ഥാനമാണ് പണ്ഡിതന്മാർ അലങ്കരിക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവാണ് അത്. ഇതേപോലെ തിരുമൊഴിയായി വേറെയും പണ്ഡിതന്മാരുടെ മഹത്വം എണ്ണുന്നത് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നവ്വറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി ഫവഅഹാ ثم അദ്ദാഹാ കമാ സമിഅഹാ. നവ്വറല്ലാഹു ഇംറഅൻ, ഒരു മനുഷ്യൻ അല്ലാഹു മുഖപ്രസന്നത കനിയട്ടെ, മുഖത്ത് അദ്ദേഹത്തിന് അല്ലാഹു വെളിച്ചവും തെളിച്ചവുമേകട്ടെ. എന്താ അയാളുടെ പ്രത്യേകത? സമിഅ മഖാലതി, നമ്മുടെ വചനം അയാൾ കേൾക്കുകയും ഫവഅഹാ, അതിനെ അയാൾ മനഃപ്പാഠമാക്കുകയും സുമ്മ അദ്ദാഹാ കമാ സമിഅഹാ, പിന്നത് കേട്ടതുപോലെ അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു. അപ്പൊ തിരുമൊഴികൾ കേട്ട് അത് പഠിച്ച് അത് കേട്ടതുപോലെ പകർന്നു നൽകുന്നവർ ആരാണ്? അത് പണ്ഡിതന്മാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. അവർക്ക് അല്ലാഹു പ്രസന്നതയേകട്ടെ, അല്ലാഹു അവരുടെ മുഖത്തിന് തെളിച്ചവും വെളിച്ചവുമേകട്ടെ എന്ന് ദുആ ചെയ്യുമ്പോൾ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദുആ നേടുന്നവർ ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്. ഇതേപോലെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
അൽ ഉലമാ വറസത്തുൽ അംബിയ, ഉലമാക്കൾ നബിമാരുടെ അനന്തരാവകാശികളാണ്. അപ്പൊ നബിമാരെ അനന്തരമെടുത്തവർ ആരാ ദുനിയാവിൽ? അത് പണ്ഡിതന്മാരാണ്. ഉലമ നബിമാരെ സംബന്ധിച്ചിടത്തോളം ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, നബിമാർ ദീനാറുകളും ദിർഹമുകളും അനന്തര സ്വത്താക്കി വിട്ടേച്ചിട്ടില്ല ഇവിടെ. പിന്നെ വൈന്നമ വറസുൽ ഇൽം, നബിമാർ അനന്തര സ്വത്താക്കി വിട്ടേച്ചത് അത് വിജ്ഞാനമാണ്, അറിവാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ, അറിവ് സ്വീകരിച്ചവർ, ദീൻ പഠിച്ചവർ, ഇൽമ സ്വീകരിച്ചവർ, പഠിച്ചവർ, അവർ നബിമാരുടെ അനന്തര സ്വത്തിൽ നിന്ന് വലിയ നല്ല ഒരു വിഹിതമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നബിമാരുടെ അനന്തരാവകാശികളാണ്. നബിമാർ അനന്തരമാക്കിയതായ സ്വത്ത് അഥവാ വിജ്ഞാനം അത് തങ്ങളുടെ വിഹിതമായി സ്വീകരിച്ചവരാകുന്നു പണ്ഡിതന്മാർ എന്നാണ് ഇവിടെ ഈ തിരുമൊഴിയിലൂടെ നമുക്ക് അറിയുവാനും അതേപോലെ മനസ്സിലാക്കുവാനുമുള്ളത്. അതുകൊണ്ടാണ് ഇമാം ഷാത്തിബി റഹിമഹുല്ല പറഞ്ഞതായ ആ ഉസൂലി ഖാഇദ അഥവാ അൽ ആലിം ഖായിമുൻ മഖാമൻ നബി, ഒരു പണ്ഡിതൻ നബിയുടെ മഖാമിലാണ് നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ഹലാലും ഹറാമും വ്യക്തമാക്കൽ, അതേപോലെ കൽപ്പനയും വിരോധവും വ്യക്തമാക്കൽ, അതേപോലെ ഖൈറും ഷർറും വ്യക്തമാക്കൽ, അത് നിർവഹിക്കുന്നവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് പഠിച്ച് നിർവഹിക്കുന്ന വ്യക്തി നിർവഹിക്കുന്നത് എന്നുള്ളതാണ്. ഇതേപോലെ പണ്ഡിതന്മാരുടെ മഹത്വം അറിയിക്കുന്ന വേറെയും വചനങ്ങൾ കാണുവാൻ സാധിക്കും. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു ഫാഇലിഹി ഫലഹു അജ്റു മിസ്ലു ഫാഇലിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം മുസ്ലിമിന്റെ റിവായത്ത്, മൻ ദല്ല അലാ ഖൈരിൻ, ഒരാൾ ഒരു നന്മ അറിയിച്ചാൽ, ഫലഹു അജ്റു മിസ്ലി ഫാഇലിഹി, ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നവന്റെ കൂലി അയാൾക്കുണ്ട് എന്നാണ്. അപ്പൊ ജനങ്ങൾക്ക് അറിവ് പകർന്നു നൽകുന്നവൻ, ആ അറിവനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂലി അത് ഈ പകർന്നു നൽകുന്നവനുണ്ട് എന്ന് പറയുമ്പോൾ ഇൽമ പഠിപ്പിക്കുന്ന, അറിവ് പകർന്നു നൽകുന്ന ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവർക്ക് ആ ഇൽമനുസരിച്ച് ജീവിക്കുന്നവരുടെയൊക്കെ കൂലി അന്ത്യനാൾ വരേക്കും അത് അവരുടെ പ്രതിഫലത്തിന്റെ ആ വരുമാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ ഭാഗ്യം അല്ലാഹു അറിവുള്ളവർക്കാണ് കനിഞ്ഞത്. ഇതേപോലെ മരണം വരിച്ചാൽ, ഇദാ മാത ബിനു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, മനുഷ്യൻ മരിച്ചാൽ അവന്റെ അമലുകൾ, കർമ്മങ്ങൾ നിലച്ചു. 3 കാര്യങ്ങൾ അവന് നിലക്കാതെ നിലനിൽക്കുകയാണ്. ഏതാണവ? അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരമെടുക്കപ്പെടുന്നതായ അറിവാണ്, ജ്ഞാനമാണ്. ഉപകാരപ്രദമായിട്ടുള്ള അറിവ്. ഒരാൾ വിജ്ഞാനം പകർന്നേകി, ആ വിജ്ഞാനം പകർന്നേകിയത് ഈ ദുനിയാവിൻ്റെ പരപ്പിൽ അമലായി നിലനിൽക്കുന്നിടത്തോളം കാലം അത് ആ പകർന്നു നൽകിയവന് വരുമാനമായി അയാളുടെ ആഖിറത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ തിരുമൊഴി അറിയിക്കുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അറിവുള്ളവരുടെ മഹത്വവും അവർക്കുള്ള പ്രത്യേകതയും. ഇതേപോലെ അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനു വല്ലദീന ഊതുൽ ഇൽം, വിശ്വസിക്കുകയും ഇൽമ നൽകപ്പെടുകയും ചെയ്തവരെ അല്ലാഹു ഉയർത്തിയിരിക്കുന്നു. ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ല തഫ്സീറിൽ പറഞ്ഞു, അറിവുള്ള വിശ്വാസികളുണ്ട്, അറിവില്ലാത്ത വിശ്വാസികളുണ്ട്. വിശ്വാസം ഉൾക്കൊണ്ട് അറിവ് നേടിയവർ, അവരെ വിശ്വാസം ഉൾക്കൊണ്ട് അറിവ് നേടാത്തവരെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഉയർത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ വിശ്വസിച്ചവരുണ്ട്, പക്ഷെ അവർക്ക് അറിവില്ല. എന്നാൽ വിശ്വസിച്ച് അറിവ് നേടിയ ജ്ഞാനികളുണ്ട്, വിവരമുള്ള പണ്ഡിതന്മാരുണ്ട്, അവർക്ക് ഉയർച്ചയുണ്ട്, ഔന്നത്യമുണ്ട് എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ അറിയിക്കുന്നു എന്നുള്ളതാണ് ഖുർത്തുബിയുടെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞത്. ചില ചരിത്ര സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആളുകളിലേക്കൊന്ന് ശ്രദ്ധയോടിച്ചാൽ, കണ്ണോടിച്ചിട്ടുണ്ട് എങ്കിൽ
അനുഗ്രഹീതമായി പ്രാർത്ഥനാമയമായ മനസ്സോടുകൂടി സൽകീർത്തിയിൽ സൽപേരിൽ നമ്മൾ സ്മരിക്കുന്നത് ആരെയാണ്? പള്ളി മിഹ്റാബുകൾ, പള്ളി മിമ്പറുകൾ, വിജ്ഞാന സദസ്സുകൾ, അറിവിൻ്റെ വേദികൾ, നന്മയുടെ വേദികൾ, പ്രാർത്ഥനയോടുകൂടി സൽകീർത്തിയിൽ സൽപേരിൽ സ്മരിക്കുന്ന പേരുകൾ ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയ ഉലമാക്കളാണ്. അത് ആദ്യകാലം മുതൽ ഇന്ന് വരേക്കും പണ്ഡിതന്മാരായി ആളുകൾക്ക് അറിവ് പകരുന്നവരായി കടന്നുപോയവരാരുണ്ടോ, ആ വിഷയത്തിൽ തങ്ങളുടെ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചവരാരുണ്ടോ, ആ നാമങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സഹാബികളിൽ അവർ ഉലമാക്കളാണ്, അവരെ ഇന്ന് ലോകം ഇവിധം സ്മരിക്കുന്നു. താബിഈങ്ങൾ അവർ ഉലമാക്കളായിരുന്നു, അവരെ ലോകം സ്മരിക്കുന്നു. അവരിൽ വിജ്ഞാനത്തിൽ മികവുള്ളതിനനുസരിച്ച് അവരെക്കുറിച്ചുള്ള സ്മരണയും അവരുടെ പേരും പെരുമയും അതിനനുസരിച്ചാണ് സ്മരിക്കപ്പെടുന്നത്. മദീനയിൽ കുറെ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരുടെ പേര് മദീനയിലെ ഫുഖഹാക്കൾ എന്ന പേരിൽ, ഉലമാക്കൾ എന്ന പേരിൽ സ്മരിക്കപ്പെടുന്നു. മക്കയിൽ പല പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരിൽ പലരും മക്കയിലെ പണ്ഡിതന്മാർ എന്ന പേരിൽ സ്മരിക്കപ്പെടുന്നു. കൂഫയിൽ, ബസറയിൽ, അതേപോലെ ഷാമിൽ, ഈജിപ്തിൽ, ഇങ്ങനെ ഇസ്ലാമിക ലോകത്ത് പല നാടുകളിൽ കടന്നുപോയ പല പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർ അവരുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചാണ് അവർ സ്മരിക്കപ്പെടുന്നത്. ഇന്നും മനസ്സുകളിൽ നിന്നവർ മായുകയോ അവരുടെ വിഷയം മങ്ങുകയോ ചെയ്യുന്നില്ല. ആളുകൾ അവർക്ക് വേണ്ടി ദുആയിരന്ന് അവരുടെ സൽപേരും സൽകീർത്തിയും പറഞ്ഞുകൊണ്ടാണ് അവരെ സ്മരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് കാരണം അവർക്ക് ദീനിലുള്ള അറിവായിരുന്നു, ഇൽമായിരുന്നു. ഇൽമ് അറിയുന്നതിൽ, അത് പകരുന്നതിൽ അവർ മുഖ്ലിസീങ്ങളായിരുന്നു, ആത്മാർത്ഥതയുള്ളവരായിരുന്നു എന്നുള്ളതാണ്. ഇമാം ഷാഫിഈ, ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, ഇമാം മാലിക്, ഇമാം അഹ്മദ്, ഇമാം ഔസാഇ, ഇമാം അബൂ സൗർ, ഇമാം സഅദ് തുടങ്ങി ഫുഖഹാക്കൾ താബിഈങ്ങളുടെ കാലശേഷം, ഇതേപോലെ മുഹദ്ദിസീങ്ങൾ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അബൂ ദാവൂദ്, ഇമാം നസായി, ഇമാം തുർമുദി, ഇബ്നു മാജ തുടങ്ങി എത്രയെത്ര പേരുകൾ. അതേപോലെ തന്നെ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, ഇമാമുൽ ആജുരി എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ. തുടങ്ങി പണ്ഡിതന്മാരെ ലോകം സ്മരിക്കുകയാണ്, ഓർക്കുകയാണ്. അവർ കാലങ്ങൾക്കപ്പുറം മരിച്ചു മൺമറഞ്ഞു. പക്ഷേ അവരുടെ സൽകീർത്തിയും സൽപ്പേരും ഇവിടെ നിലനിൽക്കുകയാണ്. പിൻതലമുറ അവരെ സ്മരിക്കുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട്. പിൻതലമുറ അവരെ ഓർക്കുന്നു നന്മയുടെ വിഷയങ്ങളിൽ. അപ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഭാഗത്തിന് പറഞ്ഞ ഖൈറും അല്ലാഹു അവർക്ക് നിശ്ചയിച്ചതായ റിഫഅത്തും അതാണ് അറിയിക്കുന്നത്. ഇതേപോലെ പണ്ഡിതന്മാരുടെ മഹത്വം അറിയിക്കുന്നതായ വേറെയും വചനങ്ങൾ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു അസർ ഇമാം ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ പറഞ്ഞത് ഖതീബ് കേൾപ്പിക്കുകയുണ്ടായി. അതിൽ യഹ്മിലു ഹാദൽ ഇൽമ അൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു, എല്ലാ പിൻതലമുറയെയും നോക്കിയാൽ അതിൽ നീതിമാന്മാരാകുന്നു ഈ ഇൽമിനെ വഹിക്കുക എന്നാണ്. ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നീതിമാന്മാരായ ആൾക്കൂട്ടം ഈ ഇൽമിനെ വഹിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ടാണ് അസറിലുള്ളത്. അവരുടെ ജോലി എന്താ? യംഫൂന അൻഹു തഹരീഫ് അൽ ഗാലീൻ വ തഅ്വീൽ വൻതിഹാലിൽ മുബ്തിലീൻ വതഅ്വീലിൽ ജാഹിലീൻ. അറിവിൽ തീവ്രവാദികളുടെ ദുർവ്യാഖ്യാനങ്ങളെ ഈ പണ്ഡിതന്മാർ നിഷേധിക്കും. അതേപോലെ വൻതിഹാലൽ മുബ്തിലീൻ,
ബാത്തിലിൻ്റെ ആളുകൾ നിർവഹിക്കുന്നതായ ചിന്തകൾ, അതിനെയും ഈ പണ്ഡിതന്മാർ നിരാകരിക്കും, നിഷേധിക്കും. അതേപോലെ വതഅ്വീൽ അൽ ജാഹിലീൻ, വിവരദോഷികളുടെ ദുർവ്യാഖ്യാനങ്ങളെയും ഈ പണ്ഡിതന്മാർ, ഇൽമുള്ളവർ, അവർ നിരാകരിക്കും. അങ്ങനെ തീവ്രവാദികളിൽ നിന്ന്, ദുർവ്യാഖ്യാനത്തിൻ്റെ വക്താക്കളിൽ നിന്ന്, അതേപോലെ തന്നെ ദുർവൃത്തന്മാരിൽ നിന്ന് ഈ ദീനാകുന്ന ഇൽമിനെ നീതിമാന്മാരായ പണ്ഡിതന്മാർ കാലങ്ങളിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കും എന്നാണ് ഈ തിരുമൊഴിയിൽ സ്ഥാപിക്കപ്പെടുന്നത്. ഇമാം ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ ഇത് ഉണർത്തിയിട്ടുണ്ട് എന്നാണ് ഖത്തീബ് പറയുകയുണ്ടായത്. ഉബാദ ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു അസർ ഖത്തീബ് കേൾപ്പിക്കുകയുണ്ടായി. അതിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൈസ മിന്നാ മല്ലം യുജല്ല മല്ലം യുജില്ല കബീറന വയർഹം സഗീറന വയഅരിഫ് ലിആലിമിന ഹഖഹു എന്നാണ്. എന്താ? ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, മല്ലം യുജില്ല കബീറന, നമ്മളിൽ മുതിർന്നവരെ ആദരിക്കാത്തവൻ, വയർഹം സഗീറന, നമ്മളിൽ ചെറുപ്രായക്കാരെ, കുട്ടികളെ, അവരോട് കരുണ കാണിക്കാത്തവൻ, വയഅരിഫ് ലിആലിമിന ഹഖഹു, നമ്മളിലെ പണ്ഡിതന്മാർക്ക് അവരുടെ അർഹത, അവകാശം അത് വകവെക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നതാണ് ആ അസറിലുള്ളത്. അപ്പോൾ പണ്ഡിതന്മാർക്ക് അവരുടെ അവകാശമുണ്ട്, ആ അവകാശം വകവെക്കാത്തവൻ, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ, മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. അപ്പം പണ്ഡിതന്മാർക്ക് അവകാശമുണ്ട്, ആ അവകാശം മറ്റുള്ളവർ വകവെക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ വചനം അറിയിക്കുന്നു. ഇത് പണ്ഡിതന്മാരുടെ ഒരു പ്രത്യേകതയായി ഖത്തീബ് കേൾപ്പിക്കുകയുണ്ടായി. വേറെയും തിരുമൊഴികൾ കാണുവാൻ സാധിക്കും. പണ്ഡിതന്മാരുടെ സാന്നിധ്യം ഉമ്മത്തിന് റഹ്മത്താണ്. പണ്ഡിതന്മാരുടെ അസാന്നിധ്യവും മരണവും ഉമ്മത്തിന് മുസീബത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവിനെ അല്ലാഹു ഒറ്റയടിക്ക് സമൂഹത്തിൽ നിന്ന് ഉയർത്തുകയോ എടുക്കുകയോ ഇല്ല. ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാം മിൻ, അല്ലാഹു ഒരിക്കലും അറിവ് അത് ഒന്നായിട്ടുണ്ട് ഉയർത്തൂല. പിന്നെയോ ഇന്നമാ യഖ്ബിദു ബിമൗത്തിൽ ഉലമാ ഔ കമാ ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഇൽമിനെ ഉയർത്തൽ പണ്ഡിതന്മാരെ മരിപ്പിച്ചിട്ടാണ്. പണ്ഡിതന്മാർ മരിക്കും, അങ്ങനെയാണ് ഇൽമ് ഇവിടെ നിന്ന് ഉയർത്തപ്പെടുക. ഇൽമ് ഉയർത്തപ്പെട്ടു, അഥവാ പണ്ഡിതന്മാർ മരിച്ചാൽ പിന്നെ എന്താ സംഭവിക്കുക? ജാഹിൽ ആ സ്ഥാനം കയ്യേറും. ജാഹിൽ സ്ഥാനം കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഫത്വ നൽകും. അങ്ങനെ ഫയദുല്ലൂൻ വയുദുല്ലൂൻ, അവർ വഴി പിഴക്കുകയും അവർ വഴി പിഴപ്പിക്കുകയും ചെയ്യും. ആളുകളെ വഴികേടിലേക്ക് അവർ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതന്മാരെ ഉമ്മത്തിന് ഒരു റഹ്മത്തായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാരുടെ നിര്യാണവും പണ്ഡിതന്മാരുടെ മരണവും അത് ഒരു മുസീബത്താണ് എന്ന് ഈ തിരുമൊഴിയുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയും അറിയിക്കുന്നത് ഒരു ആലിമിനുള്ള സ്ഥാനമാണ്, ഉള്ളതായ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്ക് ദീൻ പറഞ്ഞതായ ഈ പദവിയും സ്ഥാനവും അത് അവർക്ക് വകവെക്കേണ്ടതുണ്ട്, അത് ലോകം അവർക്ക് അറിയേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും പല നിലക്കും പണ്ഡിതന്മാർ ആക്രമിക്കപ്പെടുന്ന, കയ്യേറ്റം ചെയ്യപ്പെടുന്ന പണ്ഡിതന്മാർ അവരുടെ സ്ഥാനമാനത്തിന് നിരക്കാത്തത് അവരുടെ നേരെ പ്രയോഗിക്കുന്ന ഒരു ദുസ്ഥിതി കാണുവാൻ സാധിക്കും. അത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് സമാനമായ ഒരു ഏർപ്പാടാണ്. ആരത് നിർവഹിച്ചോ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അഭികാമ്യമാണെന്ന് അവർ മനസ്സിലാക്കേണ്ടതില്ല. അത് അവർക്ക് ഇഹത്തിലും പരത്തിലും ഗുണമാണ് എന്നുള്ളതും അവർ വിചാരിക്കേണ്ടതില്ല. ആളുകൾക്ക് പന്താടുവാൻ അല്ലെങ്കിൽ ആളുകൾക്ക് അമ്മാനമാടാനുള്ള ഒരു ഭൗതിക വിഭവമല്ല ഒരു ആലിം, ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ. പ്രത്യുത അല്ലാഹു സുബ്ഹാനഹു വ തആല
ഉലമാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉലമാക്കൾക്ക് അവരുടെ ഹക്ക് ലോകം വകവെക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, സമ്മതിക്കേണ്ടതുണ്ട് എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോശമായ ചെയ്തികൾ പണ്ഡിതന്മാരുടെ നേരെ, മോശമായ പ്രചരണങ്ങൾ പണ്ഡിതന്മാരുടെ നേരെ, മോശമായ രീതിയിലുള്ള വർത്തനങ്ങൾ പണ്ഡിതന്മാരുടെ നേരെ അതിൻ്റെ ആളുകൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ ഒരു ഖുതുബയായി ഈ മിമ്പറിൽ കേൾക്കുകയുണ്ടായത്. ആലിം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആലിമായിട്ട് നിൽക്കേണ്ടതുമുണ്ട്. പണ്ഡിതൻ പുരോഹിതനായി തരം താഴാൻ പാടുള്ളതല്ല. പണ്ഡിതൻ പാണ്ഡിത്യമുള്ളതോടൊപ്പം അള്ളാഹുവിൽ തഖ്വയുള്ളവനായി, റബ്ബിൽ ഇഖ്ലാസ് ഉള്ളവനായി, മുഖ്ലിസായി പണ്ഡിതന്മാർക്ക് പറഞ്ഞതായ ദൗത്യം നിർവഹിച്ച്, പണ്ഡിത ധർമ്മം നിർവഹിച്ച് ഈ ദുനിയാവിൽ ആളുകൾക്ക് ഷഹീദാകേണ്ടതുണ്ട്, സാക്ഷിയാകേണ്ടതുണ്ട്. പണ്ഡിതന്മാർ വളഞ്ഞാൽ അത് പിന്നണിയിൽ വളവിന് കാരണമാക്കും. പണ്ഡിതന്മാരുടെ വീഴ്ച അത് ലോകരുടെ വീഴ്ചയാണ്. പണ്ഡിതൻ പുരോഹിതനായി തരം താഴ്ന്നാൽ പിന്നെ അയാൾ ദലാലത്തിൻ്റെ മാർഗദർശിയാകും. അയാൾ വഴികേടിന് നിമിത്തവുമാകും. അത്തരം പണ്ഡിതന്മാരുടെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെയാണ്. പണ്ഡിത വേഷധാരികളായവർ തുച്ഛമായ ഭൗതിക ലാഭത്തിനു വേണ്ടി തങ്ങളുടെ വിജ്ഞാനം വിൽക്കുകയും ദുനിയാവിനെ ലാക്കാക്കുകയും ചെയ്തത് കാരണത്താൽ അവർക്ക് ഉണ്ടായ മോശമായ പതനവും നിന്ദ്യമായ ഒടുക്കവും അതിൻ്റെ ചരിത്രങ്ങൾ ധാരാളം കാണുവാൻ സാധിക്കും. പക്ഷേ ഖുതുബയിൽ അതൊരു ഭാഗം വിഷയമാകാത്തതിനാൽ ഇവിടെ ഞാൻ അത് വിശദീകരിക്കുന്നില്ല. പക്ഷേ ആലിമായവർ, പണ്ഡിതന്മാരായവർ ജനങ്ങൾക്ക് ഹക്കും ബാത്തിലും വേർതിരിച്ചു കൊടുക്കുന്ന, തൗഹീദും ശിർക്കും വേർതിരിച്ചു കൊടുക്കുന്ന, ഖൈറും ഷർറും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന, ദീനിൻ്റെ നിലപാടുകൾ യഥാവിധമേതി എന്നുള്ളത് പകർന്നു കൊടുക്കുന്ന ജ്ഞാനികളായ ഭക്തന്മാരായ അള്ളാഹുവിൻ്റെ ദാസന്മാരായ ഉലമാക്കൾ, അവരെ മോശമായി കൈകാര്യം ചെയ്യുന്ന, അവരെ ദുഷിച്ച് സംസാരിക്കുന്ന, അവരെ ഭീഷണിപ്പെടുത്തുന്ന, അവരെ കയ്യേറ്റം ചെയ്യുന്ന, അവരെ വിചാരണ ചെയ്യുന്ന ഈ ഒരു ദുസ്ഥിതി ഒരിക്കലും അഭികാമ്യമല്ല, അതൊരിക്കലും ഗുണപ്രദമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും പണ്ഡിതന്മാരുടെ വിഷയത്തിൽ മനസ്സിലാക്കണം എന്നാണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമുക്കെല്ലാവർക്കും എല്ലാവിധ ഖൈറാത്തുകളും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ഈ സത്യദീനിൽ നമുക്കെല്ലാവർക്കും ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ഇഹപര സൗഖ്യമേകി ആഫിയത്തേകി അനുഗ്രഹിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളുടെ ഇണകളിലും മക്കളിലും നമുക്ക് കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമയേറ്റി അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.